ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൈനാമോമീറ്റർ ആണ്. ഡൈനാമോമീറ്ററിനെ തന്നെ നമ്മൾ EMMC ഇൻസ്ട്രുമെന്റ് എന്നും പറയും. EMMCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് എന്നാണ്. നമ്മൾ പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ പഠിച്ച പോലെ ഇവിടെ വ്യത്യാസം എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഡിഫറൻസ് വരുന്നത്. അപ്പോ നമ്മള് ഈ ഡൈനാമോമീറ്റർ അല്ലെങ്കിൽ EMMC ഇൻസ്ട്രുമെന്റ് ഏതൊക്കെ ക്വാണ്ടിറ്റിയുടെ മെഷർമെന്റിനാണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ വോൾട്ടേജിന് പറ്റും, കറണ്ടിന് പറ്റും, പവറിന് പറ്റും. ആൻഡ് ഫോർ ബോത്ത് AC ആൻഡ് DC, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. AC-ലും DC-ലും യൂസ് ചെയ്യാൻ പറ്റും മെഷർമെന്റ് ഓഫ് വോൾട്ടേജ്, കറണ്ട് ആൻഡ് പവർ. ഓക്കെ, കൺസ്ട്രക്ഷനിൽ വരുന്നത് ഫിക്സഡ് കോയിൽ രണ്ട് ഹാഫ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ഇടയിലായിരിക്കും മൂവിംഗ് കോയില് പ്ലേസ് ചെയ്തിരിക്കുന്നത്, പിക്ചറിൽ കാണുന്ന പോലെ. ഓക്കെ, എല്ലാ കോയിൽസും, അതായത് ഫിക്സഡ് കോയിൽ ആണെങ്കിലും മൂവിംഗ് കോയിൽ ആണെങ്കിലും എയർ കോൾഡ് ആണ്, അതായത് ഹിസ്റ്ററിസിസ് ഉണ്ടാവില്ല. ഫിക്സഡ് കോയിൽസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കറണ്ട് കോയിൽസും മൂവിംഗ് കോയിൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വോൾട്ടേജ് കോയിൽസ് ആണ്. ഓക്കെ, പിന്നെ എന്ത് പാട്ടാണുള്ളത്? ഒരു മൂവിംഗ് കോയില് വൗണ്ട് ചെയ്തിട്ടുണ്ടാവും നോൺ മെറ്റാലിക് ഫോമർമ്, ഒരു പോയിന്റർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും സ്പ്രിൻഡിലുമായിട്ട്. കൺസ്ട്രക്ഷൻ ഏകദേശം സെയിം തന്നെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫിക്സഡ് കോയില് രണ്ടെണ്ണാക്കിയിട്ട് പകുതി ആക്കിയിട്ടാണ് വെക്കുന്നത്. അതുപോലെ മൂവിംഗ് കോയിൽ ഇതിന്റെ രണ്ടിന്റെയും നടുവിലായിട്ടാണ് വെക്കുന്നത്. PMMC നിന്നുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ പെർമനന്റ് മാഗ്നറ്റിന് പകരം ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റ് ആണ് വരുന്നത് എന്നുള്ളതാണ്. അതുപോലെ കൺട്രോളിന് ഇവിടെയും യൂസ് ചെയ്യുന്നത് സ്പ്രിംഗ് കൺട്രോൾ തന്നെയാണ്. ഡാമ്പിങ്, എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അതിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ വർക്കിംഗ് ഡിസ്കസ് ചെയ്യാം. കറണ്ട് സപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ, കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ട് ഫിക്സഡ് കോയിൽസ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ മൂവിംഗ് കോയിലിൽ കൂടെ കറണ്ട് പോകുമ്പോൾ മൂവിംഗ് കോയിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, അല്ലെ? ഇത് രണ്ടും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് കാരണമാവുന്നത്. അത് കാരണമാണ് പോയിന്റർ മൂവ് ചെയ്യുന്നത്. AC-യുടെ കേസിലാണെങ്കിൽ രണ്ട് കറണ്ടും റിവേഴ്സ് ചെയ്യും സൈമൾട്ടേനിയസ്ലി. അതുകൊണ്ട് തന്നെ ടോർക്ക് സെയിം ഡയറക്ഷനിലായിരിക്കും. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ടോർക്ക് സെയിം ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ബോത്ത് AC ആൻഡ് DC-യുടെ കേസിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിലിൽ നിന്ന് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് 3-phase പവർ മെഷർമെന്റ് ആണ്. 3-phase പവർ മെഷർമെന്റിൽ നമുക്ക് വേരിയസ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. എത്ര നമ്പർ ഓഫ് വാട്ട് മീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്നനുസരിച്ച്, എത്ര നമ്പർ ഓഫ് വാട്ട് മീറ്റേഴ്സ് യൂസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഏത് സിസ്റ്റം ആണ്. 3-phase 4-wire സിസ്റ്റം ആണോ, 3-phase 3-wire സിസ്റ്റം ആണോ, ബാലൻസ് ലോഡ് ആണോ, അൺബാലൻസ് ലോഡ് ആണോ, അങ്ങനെ കുറെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെ നമ്പർ ഓഫ് വാട്ട് മീറ്റേഴ്സ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ ഓഫ് വാട്ട് മീറ്റേഴ്സിന്റെ ബേസിസിലാണ് നമ്മൾ 3-phase പവർ മെഷർമെന്റിനെ മൂന്നാക്കി തിരിച്ചിട്ടുള്ളത്. 3 watt meter മെത്തേഡ്, 2 watt meter മെത്തേഡ് ആൻഡ് സിംഗിൾ വാട്ട് മീറ്റർ മെത്തേഡ്. അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം അല്ലെ? അപ്പൊ നമുക്ക് ആദ്യത്തെ മെത്തേഡ് ഡിസ്കസ് ചെയ്യാം. 3 watt meter മെത്തേഡ് ആണ്. 3 watt meter മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് 3-phase 4-wire സിസ്റ്റംസിലാണ്. നോട്ട് ചെയ്ത് വെക്കുക. ഓരോ വാട്ട് മീറ്റർ എന്തുണ്ടാവും? 3 വാട്ട് മീറ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. 3 വാട്ട് മീറ്ററും ഓരോ ഫേസിന്റെയും ന്യൂട്രലിന്റെ ഇടയിലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുകയായിരിക്കും. ഇതാ ഇവിടെ പിക്ചറിൽ കാണുന്ന പോലെ വാട്ട് മീറ്റർ 1, 2 ആൻഡ് 3 ഓരോ ഫേസിലും കറണ്ട് കോയിലും, പ്രഷർ കോയിൽ വരുന്നത് ഒരു ഫേസിന്റെയും ന്യൂട്രലിന്റെയും, ഇവിടത്തെ ന്യൂട്രൽ പുറത്തേക്ക് എടുത്തിട്ടുള്ളതാണ്. ഇതാണ് N എന്ന് പറയുന്നത് ന്യൂട്രല്. ആ ന്യൂട്രലിന്റെ ലൈനിൽ നിന്നും വരുന്നതിന്റെ ഇടയ്ക്കാണ് നമ്മൾ പ്രഷർ കോയിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ വാട്ട് മീറ്ററും ഒരു ഫേസിന്റെ ന്യൂട്രലിന്റെ ഇടയ്ക്കായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ മെഷർ ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് ഫേസ് പവർ ആയിരിക്കും. ആ ഫേസ് പവറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഫേസ് കറണ്ട് ഇൻറ്റു ഫേസ് വോൾട്ടേജ് ഇതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പവർ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 3 വാട്ട് മീറ്ററിന്റെയും റീഡിങ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതിയാവും.
ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് 3 വാട്ട് മീറ്റർ മെത്തേഡ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 2 വാട്ട് മീറ്റർ മെത്തേഡ് ആണ്. 2 വാട്ട് മീറ്റർ മെത്തേഡിൽ നേരത്തെ 3 വാട്ട് മീറ്റർ യൂസ് ചെയ്തതിന് പകരം ഇവിടെ 2 വാട്ട് മീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. കോമൺ ആയിട്ട് എടുക്കുന്നത് ഒരു ഫേസിനെയാണ്. ഇവിടെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 3 ഫേസസ് കാണിച്ചിട്ടുണ്ട്. അതിൽ തേർഡ് വണ്ണിനെ കോമൺ ഫേസ് ആയിട്ട് സി ആയിട്ട് എടുത്തിരിക്കുകയാണ്. ആ ഫേസിന്റെയും 3യുടെയും 1ന്റെ ഇടയിലാണ് ഫസ്റ്റ് വാട്ട് മീറ്ററിന്റെ പ്രഷർ കോയിൽ വന്നിട്ടുള്ളത്. കറണ്ട് കോയിൽ നേരത്തെ പോലെ തന്നെ I1 മെഷർ ചെയ്യുന്ന തരത്തിലാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം സെക്കൻഡ് വാട്ട് മീറ്ററിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ കറണ്ട് കോയിൽ ഇതുപോലെ സീരീസ് ആയിട്ട് തന്നെ കണക്ട് ചെയ്തിരിക്കുന്നു. പ്രഷർ കോയിൽ കോമൺ ആയിട്ട് എടുത്തിട്ടുള്ള മൂന്നാമത്തെയും രണ്ടാമത്തെയും ഫേസിന്റെ ഇടയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണക്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. 2 വാട്ട് മീറ്റർ ആണ് നമ്മൾ പവർ മെഷർമെന്റിന് യൂസ് ചെയ്യണമെങ്കിൽ അതിനെയാണ് 2 വാട്ട് മീറ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. V1, V2, V3 എന്ന് പറയുന്ന ഫേസ് വോൾട്ടേജിനെ എല്ലാം V എന്ന് വിളിക്കുകയാണെങ്കിൽ ലൈൻ വോൾട്ടേജിന്റെ വാല്യൂ എന്തായിരിക്കും? ലൈൻ വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു √3 V ഫേസിന് ഈക്വൽ അല്ലേ? അല്ലെങ്കിൽ V ഫേസ് ഈക്വൽ ടു VL/√3 എന്ന് നമുക്ക് ഇത് എഴുതാലോ. VL is equal to √3 V ഫേസ് ആണെന്ന് എഴുതാം. V ഫേസിനെയാണ് നമ്മൾ V എന്ന് വിളിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ VL എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ഫേസുകൾക്ക് ഇടയിൽ വരുന്ന വോൾട്ടേജ് ആണ് അല്ലെ? അപ്പൊ V13, V23 ആൻഡ് V12 നമുക്ക് എങ്ങനെ എഴുതാം? √3 ടൈംസ് V ആയിട്ട് എഴുതാം. കറക്റ്റ് അല്ലേ? ഫേസ് കറണ്ട്സ് എടുക്കുകയാണെങ്കിൽ I1, I2, I3 ഒക്കെ Iക്ക് ഈക്വൽ ആണെന്നാണ് നമ്മൾ എടുക്കുന്നത്. പവർ ഫാക്ടർ കാണാനുള്ള ഫോമുല എന്താണ്? cos phi വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. ഫേസ് കറണ്ട് ഫേസർ വോൾട്ടേജിനെ ഫൈ ആംഗിളില് ലാഗ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഫേസർ കാണിച്ചുകൊണ്ടുള്ള ഡയഗ്രാം നമ്മൾ നോട്ട്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നോട്ട്സ് റെഫർ ചെയ്താൽ മതിയായിരിക്കും. നമുക്ക് ഓരോ വാട്ട് മീറ്ററും റീഡ് ചെയ്യുന്ന വാല്യൂ എന്താണ്, അതിന്റെ സം എടുത്ത് എന്താ കിട്ടുക, ഇങ്ങനെയാണ് പവർ ഫാക്ടർ കാണുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ 2 വാട്ട് മീറ്റർ മെത്തേഡ് യൂസ് ചെയ്യുന്നത് 3 ഫേസ് 3 വയർ സിസ്റ്റത്തിലാണ്. 2 വാട്ട് മീറ്റർ ആണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക 2 ഫേസസിന്റെ അവിടെ അല്ലെ? ടോട്ടൽ പവർ എന്ന് പറയുന്നത് സം ഓഫ് 2 വാട്ട് മീറ്റർ റീഡിങ്സ് എങ്ങനെയാണ് പവർ ഫാക്ടർ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വാട്ട് മീറ്റർ മെഷർ ചെയ്യുന്ന പവർ P1 വിൽ ബി ഈക്വൽ ടു വോൾട്ടേജ് ഏതിന്റെ ഇടയ്ക്കുള്ളതാണ്? 1ന്റെയും 3ന്റെ ഇടയിലേക്കുള്ള വോൾട്ടേജ് ആണ്. അതായത് V13 ഇൻറ്റു കറണ്ട് കോയിൽ കൂടെ പോകുന്ന കറണ്ട് എന്താണ്? I1 ഈക്വൽ ആണ്. സോ V13 ഇൻറ്റു I1 ഇൻറ്റു cos 30 മൈനസ് 5. P1 is equal to V13 I1 cos 30 മൈനസ് 5. V13യുടെ വാല്യൂ എന്താണ്? √3 V ആണ് ഇൻറ്റു I cos 30 മൈനസ് 5 എന്ന് എഴുതാം. അപ്പൊ √3 VI cos 30 മൈനസ് 5 ആണ് ഒന്നാമത്തെ വാട്ട് മീറ്ററിന്റെ റീഡിങ്. രണ്ടാമത്തെ വാട്ട് മീറ്ററിന്റെ റീഡിങ് V23 ആണ്. ഇതിന്റെ അക്രോസ് ആണ് P2 കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലെ? പ്രഷർ കോയിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ V23 ആണ് വിച്ച് ഇസ് ഈക്വൽ ടു √3 V ആണല്ലോ. അപ്പൊ V23 ഇൻറ്റു I2 പകരം I കൊടുത്തു. cos 30 പ്ലസ് 5 ആണ് വരുന്നത് അടുത്തത്. ഇതിന്റെ രണ്ട് ഫോമുല ഓർത്ത് വെക്കുക. √3 VI cos 30 മൈനസ് 5ഉം √3 VI cos 30 പ്ലസ് 5ഉം ആണ് നമുക്ക് 2 വാട്ട് മീറ്റേഴ്സിന്റെയും ഇൻഡിവിജ്വൽ റീഡിങ്സ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ P1 പ്ലസ് P2 നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്ത് വരും? അപ്പൊ P1 പ്ലസ് P2 എടുക്കുകയാണെങ്കിൽ √3 VI രണ്ടിലും കോമൺ ആണ്. അതിന് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ cos 30 മൈനസ് 5 പ്ലസ് cos 30 പ്ലസ് 5 വരും. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുക 3 VI cos 5 എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് P1 പ്ലസ് P2 ചെയ്യുമ്പോൾ കിട്ടുന്നത് 3 VI cos 5 ആണ്. ഇനി അതേസമയം നമ്മൾ P1 മൈനസ് P2 ആണ് എടുത്തതെങ്കിൽ √3 VI കോമൺ ആണ്. cos 30 മൈനസ് 5 മൈനസ് cos 30 പ്ലസ് 5 എന്ന് വരും. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് √3 ടൈംസ് VI sin 5 എന്നാണ്. അങ്ങനെയാണെങ്കിൽ P1 മൈനസ് P2 ഡിവൈഡഡ് ബൈ P1 പ്ലസ് P2 നമ്മൾ എടുക്കുകയാണെങ്കിൽ P1 മൈനസ് P2 ഇപ്പൊ തന്നെ നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? √3 VI sin 5ക്ക് ഈക്വൽ ആണ്. അതുപോലെ P1 പ്ലസ് P2 3 VI cos 5ക്ക് ഈക്വൽ ആണ്. രണ്ടിനും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ tan 5 ഡിവൈഡഡ് ബൈ √3 ആണ്. P1 മൈനസ് P2 ഡിവൈഡഡ് ബൈ P1 പ്ലസ് P2 എന്ന് കിട്ടും. അതിൽ നിന്ന് ഫൈന്റെ വാല്യൂ നമുക്ക് എഴുതാവുന്നതല്ലേ ഉള്ളൂ. ഫൈ ഇസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് ഇൻറ്റു √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം P1 മൈനസ് P2 ഡിവൈഡഡ് ബൈ P1 പ്ലസ് P2 ന്. ഓക്കെ, അതിന്റെ കോസ് ഓഫ്
ആ ഫൈ എടുത്തു കഴിഞ്ഞാൽ കോസ് ഫൈ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ പവർ ഫാക്ടർ ആയി. പവർ ഫാക്ടർ ഇസ് ഇക്വൽ ടു കോസ് ഫൈ ഇസ് ഇക്വൽ ടു കോസ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് √3 ഇൻറ്റു P1 മൈനസ് P2 ഡിവൈഡഡ് ബൈ P1 പ്ലസ് P2. അപ്പൊ കോസ് ഫൈ കാണാനുള്ള ഇക്വേഷനും നമുക്ക് കിട്ടി. അപ്പൊ പവർ ഫാക്ടർ മെഷർമെന്റിനുള്ള ഇക്വേഷനും നമുക്കായി. ഇനി ഡിഫറെന്റ് വാല്യൂസ് ഓഫ് പവർ ഫാക്ടർ ആംഗിൾ അല്ലെങ്കിൽ ഫൈ അല്ലെങ്കിൽ കോസ് ഫൈന്റെ വാല്യൂ ഇതിൽ വെച്ചിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ഒന്നെങ്കിൽ നമ്മുടെ പവർ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആംഗിൾ ഇന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. കുറച്ച് പവർ ഫാക്ടർ ആംഗിൾസിൽ വരുന്ന പെർട്ടിക്കുലർ വാല്യൂസ് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആവുന്ന സമയത്ത്, അതായത് കോസ് ഫൈ എന്തായിരിക്കും, കോസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു 1 ഈക്വൽ ആയിരിക്കും. ആ സമയത്ത് W1 ഇസ് ഈക്വൽ ടു W2 ആണ്. 2 വാട്ട് മീറ്റർ റീഡിങ്സും ഈക്വൽ ആയി വരുന്നത് അപ്പോഴാണ്. കാരണം കോസ് 30 മൈനസ് 5ഉം കോസ് 30 പ്ലസ് 5ഉം 5 ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ രണ്ടും കോസ് 30 അല്ലേ വരിക, വിച്ച് ഇസ് ഈക്വൽ ടു √3/2 VLIL ഈക്വൽ ആണ്. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ √3 VLIL കിട്ടും. ഓക്കെ അല്ലേ? നമുക്ക് 0 ഡിഗ്രിയിൽ 2 വാട്ട് മീറ്റർ റീഡിങ്സും ഈക്വൽ ആണ് കിട്ടുക. W1 ഇസ് ഈക്വൽ ടു W2. ഇനി 30 ഡിഗ്രി നോക്കുകയാണെങ്കിൽ കോസ് 30 എന്ന് പറയുന്നത് എന്ത് വരും, 0.866 വരും. ഇതിന്റെ കേസിൽ നമുക്ക് വരുന്നത് W2 ഇസ് ഈക്വൽ ടു 2W1 എന്നുള്ളതാണ്. ഒരു വാട്ട് മീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് 2 ടൈംസ് അതർ വാട്ട് മീറ്റർ റീഡിംഗ് എന്നുള്ള രീതിയിലാണ് വരുന്നതെങ്കിൽ അപ്പോഴത്തെ പവർ ഫാക്ടർ ആംഗിൾ 30 ഡിഗ്രിയും പവർ ഫാക്ടർ എന്ന് പറയുന്നത് 0.866 ആണ്. ഓക്കെ, ഇനി 60 ഡിഗ്രി ആണ് വരുന്നതെങ്കിൽ എന്താണ്, കോസ് 60 ഇസിക്വൽ ടു 1/2 ആണ്, 0.5 ആണ് വരുന്നത്. 0.5ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരെണ്ണത്തിന്റെ വാല്യൂ 0 വരും. കാരണം കോസ് 30 പ്ലസ് 60 എന്നുള്ളടത്ത് കോസ് 90 വരുമ്പോൾ എന്ത് വരും, 0 ആണല്ലോ വരിക വാട്ട് മീറ്റർ റീഡിങ്. അപ്പോൾ വാട്ട് മീറ്റർ റീഡിങ് ഒരെണ്ണത്തിന്റെ 0യും മറ്റേത് നോൺ 0 ആണ് വരുന്നതെങ്കിൽ അത് ഏത് ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിരിക്കും, 60 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ്, വിച്ച് ഇസ് ഈക്വൽ ടു പവർ ഫാക്ടർ ഓഫ് 0.5. ഓക്കെ, അടുത്ത പറയുന്നത് 90 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആണ്. 90 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുമ്പോൾ ഒരു വാട്ട് മീറ്റർ നെഗറ്റീവ് റീഡിങ്ങും അടുത്ത വാട്ട് മീറ്റർ പോസിറ്റീവ് റീഡിംഗ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ ഒരു ടേബിള് ഇമ്പോർട്ടന്റ് ആണ്, കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാറുണ്ട്. ഈ ഒരു ടേബിള് പഠിച്ചു വെക്കുക. ഇനി ഒരു മെത്തേഡും കൂടി ഉള്ളത് എന്താണ്, 1 വാട്ട് മീറ്റർ മെത്തേഡ് ആണ്. 1 വാട്ട് മീറ്റർ മെത്തേഡ് യൂസ് ചെയ്യണമെങ്കിൽ ലോഡ് ബാലൻസ്ഡ് ആയിരിക്കണം. 3 ടൈംസ് വാട്ട് മീറ്റർ റീഡിങ്ങിന്റെ എടുത്തിട്ടാണ് നമ്മൾ 1 വാട്ട് മീറ്റർ മെത്തേഡ് വഴി പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇപ്പൊ പഠിച്ച തിയറി ബേസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. First question, when 3-phase power is measured by 2 watt meter method, 2 watt meter method വഴിയാണ് മെഷർ ചെയ്യുന്നതെന്ന് പറയുന്നത് 3-phase power, 1 watt meter will read 0 power. ഒരു വാട്ട് മീറ്ററിന്റെ റീഡിങ് 0 ആവുന്നത് എപ്പോഴാണ്? വാട്ട് മീറ്റർ റീഡിങ്ങിനെ W1 W2 എന്ന് വിളിക്കുകയാണെങ്കിൽ കോസ് 90 വരുമ്പോഴാണ് 0 വരിക അല്ലെ. അപ്പൊ VI കോസ് 30 പ്ലസ് 5 എന്നുള്ളടത്ത് 5യുടെ വാല്യൂ 60 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, VI കോസ് 90 എന്നാവില്ല ഇക്വേഷൻ, വിച്ച് ഈസ് ഈക്വൽ ടു 0 ആൻഡ് W2 ഇസ് നോട്ട് ഈക്വൽ ടു 0, നോൺ 0 വാല്യൂ ആയിരിക്കും. അതായത് ഇവിടുത്തെ കേസിൽ ഫൈൻ്റെ വാല്യൂ എന്താണ്, 60 ഡിഗ്രി, വിച്ച് മീൻസ് പവർ ഫാക്ടർ ഇസ് ഈക്വൽ ടു കോസ് 60 വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ 30 വിച്ച് ഇസ് ഈക്വൽ ടു 1/2, which means option D if the load power factor is 0.5. കണ്ടോ, ആ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഈ ക്വസ്റ്റ്യൻ ഡയറക്ട്ലി. ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല, നമുക്ക് ഓർത്തെടുത്ത് ഡയറക്ട്ലി ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ക്വാണ്ടിറ്റി ഇസ് മെഷേർഡ് ബൈ ഇലക്ട്രോഡൈനാമോ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്? ഏതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതാണ്? ഇലക്ട്രോഡൈനാമോ ടൈപ്പ് ആണ്. അത് ഏത് ക്വാണ്ടിറ്റി മെഷർ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മെയിൻ ആയിട്ട് പവർ മെഷർമെന്റിനാണ്. പവർ മെഷർമെന്റിനാണ് ഇലക്ട്രോഡൈനാമോ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എ പവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംടൈംസ് 1 watt meter reads negative when conducting 3-phase power measurement using 2 watt meter. 2 watt meter മെത്തേഡിൽ ഒരു
വാട്ട് മീറ്റർ നെഗറ്റീവ് റീഡിംഗ് ആണ് കാണിക്കുന്നതെങ്കിൽ അത് ഏത് കറസ്പോണ്ടിങ് ടു ഏത് ഡിഗ്രിക്ക് ആയിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എപ്പോഴാണ് ഒരു വാട്ട് മീറ്റർ മാത്രം നെഗറ്റീവ് റീഡിംഗ് കാണിക്കുന്നത്? തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി വരുമ്പോഴാണ് നമ്മുടെ ടേബിൾ അനുസരിച്ച് ഒരു വാട്ട് മീറ്റർ നെഗറ്റീവും മറ്റേ വാട്ട് മീറ്റർ പോസിറ്റീവും വാല്യൂ കാണിക്കുന്നത്. ഇവിടെ പവർ ഫാക്ടറിന്റെ ആണ് റിലേഷൻ തന്നിട്ടുള്ളത്. പവർ ഫാക്ടർ എന്ന് പറയുന്നത് cos 90 വിച്ച് ഈസ് ഈക്വൽ ടു 0. പവർ ഫാക്ടർ വരുന്നത് cos 90 വിച്ച് ഈസ് ഈക്വൽ ടു 0 ആണ്. ഇവിടെ 0 വരുന്ന ഓപ്ഷൻസ് ഒന്നുമില്ല. പക്ഷെ നമുക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് യൂണിറ്റി ആവുമ്പോഴാണോ? അല്ല. cos 0 വരുമ്പോൾ രണ്ടും ഈക്വൽ ആണ് വരുന്നത്. W1 ഇസ് ഈക്വൽ ടു W2 എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പൊ അതല്ല ഓപ്ഷൻ. വെൻ പവർ ഫാക്ടർ ഇസ് less than 0.5 lagging, greater than 0.5 lagging, when power factor is less than 0.5. ഇവിടെ less than 0.5 ആണ് വരുന്നത് അല്ലെ, 0 അല്ലേ വരുന്നത്. അപ്പോൾ which is less than 0.5. അപ്പോൾ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ ബി, when power factor is less than 0.5. ലാഗിങ് ആണോ ലീഡിങ് ആണോ എന്നുള്ളതൊന്നും ഒരു മാറ്റർ അല്ല. പവർ ഫാക്ടർ ലെസ് ദാൻ 0.5 വാല്യൂ ആണ് വരുന്നത്. ഒരു വാട്ട് മീറ്റർ ആ സമയത്ത് നെഗറ്റീവ് വാല്യൂ, അടുത്ത വാട്ട് മീറ്റർ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും കാണിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ കൻ വി കണക്ട് പ്രഷർ കോയിൽ ഓഫ് എ വാട്ട് മീറ്റർ വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 പ്രഷർ കോയിൽസ്? 2 പ്രഷർ കോയിൽസ് ഉണ്ടെങ്കിൽ, നമ്മൾ ശരിക്കും പഠിച്ചിട്ടുള്ളത് കറണ്ട് കോയിൽ 2 എണ്ണം നടുവിലായിട്ട് നമ്മുടെ മൂവിങ് കോയിൽ അല്ലെങ്കിൽ പ്രഷർ കോയിൽ വെച്ചിരിക്കുന്നു എന്നാണ്. ഇവിടെ പ്രഷർ കോയിൽ 2 എണ്ണാക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് ആണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം എന്നാണ് ചോദിക്കുന്നത്. അത് സീരീസോ പാരലലോ ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താ വരിക? ഓപ്ഷൻ എ, സീരീസ് ഓർ പാരലൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ഡാഷ് ടൈപ്പ് ഇസ് നോട്ട് എ വാട്ട് മീറ്റർ. ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്റർ ഉണ്ട്, ഇലക്ട്രോ മെക്കാനിക്കൽ ടൈപ്പ് വാട്ട് മീറ്റർ ഉണ്ട്, ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ ഉണ്ട്, പക്ഷേ ഇലക്ട്രോസ്റ്റാറ്റിക് ടൈപ്പ് വാട്ട് മീറ്റർ ഇല്ല. ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക? ഓപ്ഷൻ എ, ഇലക്ട്രോസ്റ്റാറ്റിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ ഹാസ്. ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിന്റെ പ്രത്യേകത ഇറ്റ് ഹാസ് യൂണിഫോം സ്കെയിൽ എന്നുള്ളതാണ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഓർത്ത് വെക്കുക. ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിന് യൂണിഫോം സ്കെയിൽ ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 വാട്ട് മീറ്റർ മെത്തേഡ് ഇസ് യൂസ്ഡ് ഫോർ measurement of power in a balanced 3-phase load supplied from a balanced 3-phase system. If one wattmeter reads half of the other, രണ്ടും പോസിറ്റീവ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പവർ ഫാക്ടർ എന്താണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. W2 ഇസ് ഈക്വൽ ടു 2 ടൈംസ് W1 വരുന്നത് ഏത് ഡിഗ്രിയിലായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർത്താൽ മതി. 30 ഡിഗ്രി ആയിരുന്നപ്പോഴായിരുന്നു. വെൻ തീറ്റ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി, W2 വിൽ ബി ഈക്വൽ ടു 2W1. അതായത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? W1 ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് W2 എന്ന് പറയാം. അതാണല്ലോ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഹാഫ് ഓഫ് 1 വാട്ട് മീറ്റർ റീഡിംഗ് ആണ് അതർ വാട്ട് മീറ്റർ റീഡ് ചെയ്യുന്നതെങ്കിൽ എന്നാണല്ലോ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ ആണ് വരുന്നത്. അപ്പൊ തീറ്റ എന്താണ്? 30 ഡിഗ്രി ആണ്. വിച്ച് മീൻസ് പവർ ഫാക്ടർ ഇസ് ഈക്വൽ ടു cos 30 ഇസ് ഈക്വൽ ടു √3/2 ഇസ് ഈക്വൽ ടു 0.866. ഇവിടുത്തെ ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in 2 wattmeter method of power measurement, 1 wattmeter shows negative reading when the load power factor angle is. എപ്പോഴാകുമ്പോഴാണ്? തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രിയിലാണ് എന്ത് വന്നത്? W1 നെഗറ്റീവും W2 ഇസ് ഈക്വൽ ടു പോസിറ്റീവും വന്നത്. ആ ആംഗിൾ ആണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷനിൽ 90 ഡിഗ്രി ഇല്ല. 90 ഡിഗ്രിയിൽ താഴെ വരുന്ന എല്ലാ ആംഗിൾസും എലിമിനേറ്റ് ചെയ്യുക. ബാക്കി വരുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ 60. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫിക്സഡ് കോയിൽ ഇൻ ആൻ ഇലക്ട്രോ ഡൈനാമോ ടൈപ്പ് വാട്ട് മീറ്റർ? ഇലക്ട്രോ ഡൈനാമോ ടൈപ്പ് വാട്ട് മീറ്ററിന്റെ കേസിൽ ഫിക്സഡ് കോയിൽ ഏതാണ്? കറന്റ് കോയിൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രഷർ കോയിൽ ഓഫ് എ വാട്ട് മീറ്റർ ഷുഡ് ബി കണക്റ്റഡ് ഓൺ ദ സപ്ലൈ സൈഡ് ആൻഡ് കറന്റ് കോയിൽ കണക്റ്റഡ് ഓൺ ദ ലോഡ് സൈഡ്. അതായത് പ്രഷർ കോയിൽ കണക്ട് ചെയ്യുന്നത്
സപ്ലൈ സൈഡിലും കറണ്ട് കോയിൽ കണക്ട് ചെയ്യുന്നത് ലോഡ് സൈഡിലും എങ്ങനെയാവുമ്പോഴാണ് ലോഡ് ഇമ്പിഡൻസ് ഹൈ ആവുക അല്ലെങ്കിൽ ലൈറ്റർ ലോഡ്സിന്റെ കേസിലാണ് നമ്മൾ വാട്ട്മീറ്ററിന്റെ പ്രഷർ കോയിൽ എന്ന് പറയുന്നത് സപ്ലൈ സൈഡിലും കറണ്ട് കോയിൽ ലോഡ് സൈഡിലും വെക്കുന്നത്. ഓൾസോ നമുക്കിത് പറയാം ഹൈ പവർ ഫാക്ടറിന്റെ കേസിലാണ്, ഹൈ പവർ ഫാക്ടർ സർക്യൂട്ട്സിന്റെ കേസിലാണ്. ലോഡ് ഇമ്പിഡൻസ് ലോ ആണ് അല്ലെങ്കിൽ ഹെവി ലോഡ്സ് ആണ് അല്ലെങ്കിൽ ലോ പവർ ഫാക്ടർ ആണെങ്കിൽ, ലോ പവർ ഫാക്ടർ സർക്യൂട്ട്സ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, ലോ പവർ ഫാക്ടർ സർക്യൂട്ട്സ് ആണെങ്കിൽ നമ്മൾ പ്രഷർ കോയിൽ കണക്ട് ചെയ്യുന്നത് ഏത് സൈഡിലാണ്? ലോഡ് സൈഡിലാണ് കേട്ടോ. ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In an unbalanced 3-wire system, the minimum number of wattmeters that are necessary to measure power. Unbalanced 3-wire systemത്തിന്റെ കേസിൽ minimum number of wattmeter എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 wattmeters എങ്കിലും വേണം. Okay. Next question. The ratio of readings from 2 wattmeters employed to measure power in a balanced 3-phase load is √3+1 is to √3-1 ആണ്. അങ്ങനെയാണെങ്കിൽ പവർ ഫാക്ടർ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് W1 is equal to √3+1 ഉം W2 is equal to √3-1 ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഫൈയുടെ ഇക്വേഷൻ എന്താണ്? Phi is equal to tan inverse of √3 into P1 minus P2 divided by P1 plus P2. Correct അല്ലേ? Which means tan inverse √3 into √3+1 നിന്ന് √3-1 കുറച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 2 വരും. 2 divided by √3 P1 plus P2 ചെയ്യുമ്പോൾ എന്ത് വരും? 2√3 വരും അല്ലേ? √3 രണ്ടും ക്യാൻസൽ ആയി പോയി. ടാൻ ഇൻവേഴ്സ് 1 ആണ് ആൻസർ. ടാൻ ഇൻവേഴ്സ് 1 means 45 ഡിഗ്രി അല്ലെങ്കിൽ π/4 റേഡിയൻ. ഓക്കെ അല്ലേ? ഇവിടുത്തെ ഓപ്ഷൻ എന്ത് വരും? നമ്മളോട് ചോദിച്ചിട്ടുള്ള പവർ ഫാക്ടർ ആണ്. അപ്പൊ നമ്മൾ ഫൈ ആണ് ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോസ് ഫൈ കണ്ടുപിടിക്കണം. കോസ് 45 ഡിഗ്രി ഇസ് ഈക്വൽ ടു 0.707. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ സി 0.707. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3-phase power measurement using 2 wattmeter method. The reading of 2 wattmeters will be equal and opposite വരണമെങ്കിൽ എന്തായിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വരുന്നത് എപ്പോഴാണ്? W1 is equal to minus W2 വരുന്നത് theta is equal to 90 ഡിഗ്രി ആവുമ്പോഴാണ് അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോ ഇവിടുത്തെ കേസിൽ 90 ഡിഗ്രി ആണ് വരിക എന്നുള്ളത് മനസ്സിലായി. 0 ആണെന്നുള്ളത് തെറ്റാണെന്ന് അറിയാം. 90 ഡിഗ്രി ലീഡിങ് ആണോ ലാഗിങ് ആണോ? രണ്ടായാലും പ്രശ്നമില്ല. ലീഡിങ് ആണെങ്കിലും ലാഗിങ് ആണെങ്കിലും റീഡിങ് ഓഫ് 2 വാട്ട് മീറ്റേഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക? ഓപ്ഷൻ ഡി 1 and 3 ആർ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ബോത്ത് AC ആൻഡ് DC മെഷർമെന്റ്സ്. നമ്മൾ ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയപ്പോഴേ പറഞ്ഞ പോയിന്റ് ആണ്. ബോത്ത് AC ആൻഡ് DCയുടെ കേസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഈ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ സി ഫോർ ബോത്ത് AC ആൻഡ് DC സർക്യൂട്ട്സ്. അപ്പൊ ഇത്രയൊക്കെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളത്. ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിലോ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.